സീസണിൽ നമ്മളെല്ലാവരും ബ്ലാങ്കറ്റൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലേ. ഇനിയിപ്പോൾ നമുക്ക് വിൻ്റർ സീസണൊക്കെ കഴിഞ്ഞ് വരികയാണ്, സമ്മർ സീസണിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഇനി ഒരു ബ്ലാങ്കറ്റിൻ്റെ ആവശ്യകതയില്ല. അപ്പോൾ നമ്മൾ ഇതെന്താ ചെയ്യുക, സാധാരണ ഡ്രൈ വാഷൊക്കെ ചെയ്തിട്ട് വെയിലത്തൊക്കെ ഇട്ടൊന്ന് ഉണക്കി നമ്മൾ നല്ലതുപോലെ മടക്കിയെടുത്ത് കബോർഡ്സിൽ വെക്കാറുണ്ടല്ലേ. പക്ഷേ കബോർഡ്സിലൊക്കെ ഒരുപാട് സ്ഥലം ഇത് വെക്കാനായിട്ട് ആവശ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാനായിട്ടുള്ള അടിപൊളി ഒരു ടിപ്പാണ് ആദ്യത്തേത്. അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാത്തതോ പഴയതോ ആയിട്ടുള്ള ഒരു അണ്ടർസ്കേർട്ടാണ് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇത് തിരിച്ചൊന്നിട്ട് കൊടുക്കാം, ഇൻസൈഡ് ഔട്ടായിട്ട്. ഇതുപോലെ ഇൻസൈഡ് ഔട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ വള്ളിയുടെ ഭാഗം ഉണ്ടല്ലോ, അത് എല്ലാം കൂടെ നല്ലതുപോലെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം. ഈ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുറുക്കി തന്നെ നമ്മളിതൊന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ. ഇതിനുള്ളിലാണ് നമ്മൾ ബ്ലാങ്കറ്റ് എടുത്ത് വെക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ഒരു അണ്ടർ സ്കേർട്ട് തിരിച്ചിട്ട് കൊടുക്കാം, നല്ല വശം പുറത്ത് വരത്തക്ക രീതിയിൽ. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. കെട്ട് വരുന്ന ഭാഗത്ത് നല്ലതുപോലെ ടൈറ്റായിട്ട് നമ്മൾ മുറുക്കി തന്നെ കെട്ടിയിട്ടുണ്ട്, ഒരു ചെറിയ സർക്കിൾ വരത്തക്ക രീതിയിൽ. ഇനി നമുക്ക് ഈ ഒരു താഴ്ഭാഗത്ത് കൂടി നമ്മൾ നല്ലതുപോലെ ഉണക്കി മടക്കി വെച്ചിരിക്കുന്ന ബ്ലാങ്കറ്റ് ഒട്ടും തന്നെ ചുളിവുകളില്ലാതെ ഈ ഒരു രീതിയിൽ മടക്കി എടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. ഇത്രയും കണ്ടപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ദിവാൻ കോട്ടിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന ഒരു റൗണ്ട് ഷേപ്പിലിരിക്കുന്ന ഒരു കുഷൻ ഉണ്ടല്ലോ, ആ രീതിയിലാണ് നമ്മൾ ബ്ലാങ്കറ്റ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗം നല്ലതുപോലെ ഒന്ന് ഞൊറിഞ്ഞെടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡോ മറ്റോ ഉപയോഗിച്ചിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കെടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് പില്ലോ ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സെറ്റിയുടെ സൈഡിലൊക്കെ വെക്കാം. നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇത് ബ്ലാങ്കറ്റ് ആണെന്ന് അവർക്ക് തോന്നുകയില്ല, അത്രയ്ക്ക് നല്ല രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിന് കബോർഡ്സിലേക്ക് വെച്ചിട്ട് ആ കബോർഡ്സിലെ സ്പേസും കാര്യങ്ങളും ഒന്നും പോവുകയില്ല. ആ സ്ഥലത്ത് നമുക്ക് മറ്റേതെങ്കിലും നമ്മുടെ തുണികളൊക്കെ വെക്കുകയും ചെയ്യാം. അടുത്ത വിൻ്റർ സീസൺ വരെ നമുക്ക് ഈ ഒരു ബ്ലാങ്കറ്റ് നമ്മുടെ ലിവിങ് റൂമിൽ നല്ലൊരു ഓർഗനൈസറായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ടിപ്പിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ടിപ്പ് വന്നിട്ട് നമ്മളിൽ പലരും ഡിസൈനർ ബ്ലൗസ് ഉപയോഗിക്കുന്നവരായിരിക്കും അല്ലേ. പക്ഷേ നമുക്ക് ഇത് കറക്റ്റ് സൈസിൽ നമുക്ക് കിട്ടാറില്ല. മിക്കപ്പോഴും നമ്മളിത് കടയിൽ കൊടുത്തിട്ട് ആൾട്ടർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ശരിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ്. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാതെയാണ് ഇത് ആൾട്ടർ ചെയ്തെടുക്കുന്നത്. നമ്മൾ വാങ്ങുന്ന ഡിസൈനർ ബ്ലൗസ് കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ ഹൂക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ 1-2 പിന്ന് ഉള്ളിലൂടെ കയറ്റി ഇങ്ങനെ ഒന്ന് കുത്തി വെക്കണം. എത്രത്തോളം നമുക്ക് ലൂസാണെന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു പിന്ന് കുത്തി കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസ് ഇട്ടതിന് ശേഷം നമ്മൾ പിന്ന് കുത്തിയതിൻ്റെ ആ ഒരു ഭാഗം കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമല്ലോ, അതിലേക്ക് നമ്മൾ ഹൂക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ ഈ ഒരു ബ്ലൗസ് ഇടാനായിട്ട് പറ്റും. പെട്ടെന്നൊക്കെ നമുക്കൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഇട്ടുകൊണ്ട് പോകാനായിട്ട് കഴിയും. ഇപ്പം നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഹൂക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന സാരിയൊക്കെ നമുക്ക് എപ്പോഴും അയൺ ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. പ്രത്യേകിച്ചും പട്ടുസാരിയൊക്കെ നമ്മൾ അടിക്കടി അയൺ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഭംഗിയും ഈടും ഒക്കെ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ നമുക്ക് അയൺ ചെയ്യാതെ തന്നെ ഒട്ടും ചുളിവുകളില്ലാതെ നമുക്ക് സാരി ആയാലും അതുപോലെ തന്നെ നമ്മുടെ മുണ്ടായാലും ഒക്കെ എങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് സാരി നല്ലതുപോലെ ഒന്ന് മടക്കി എടുക്കണം. ഈ ഒരു സാരി ഞാൻ ഏകദേശം ഒരു 5 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ 4-5 പ്രാവശ്യത്തിലേറെ ഉടുക്കുകയും ചെയ്ത്. പക്ഷേ ഇപ്പോഴും ഇത് കണ്ടാൽ നല്ല പുതിയതുപോലെയാണ് ഇരിക്കുന്നത്. ഞാൻ സാധാരണ സാരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നിട്ട് നല്ലതുപോലെ തണലത്തിട്ടൊന്ന് ഉണക്കി അതിനുശേഷം ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കും. മടക്കിയെടുത്തതിന് ശേഷം ഇനി ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്തു വെക്കുകയാണെങ്കിൽ പുതിയതുപോലെ നമുക്ക് സാരി ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇനി ഇതുപോലൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ മടക്കി വെച്ചിരിക്കുന്ന സാരി വെച്ച് കൊടുക്കണം.
ഇനി നമ്മൾ ഈ ഒരു സാരി കട്ടിലിൻ്റെ ബെഡിനടിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബെഡിനടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ സാരിയും അതുപോലെ തന്നെ മോളുടെ പട്ടുപാവാടയൊക്കെ ഞാൻ ഈ ഒരു രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അയൺ ചെയ്തെടുക്കേണ്ടതിൻ്റെ ആവശ്യം വരത്തില്ല. എപ്പോൾ എടുത്താലും നല്ല പുതിയതുപോലെ അയൺ ചെയ്തതുപോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. തീർച്ചയായും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇതുപോലെയുള്ള കോട്ടൻ്റെ അണ്ടർസ്കേർട്ടുകളൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് കഴുകുന്ന സമയത്ത് ഇതിൽ നിന്ന് കളർ ഇളകി മറ്റുള്ള ഡ്രസ്സിലും ഒക്കെ പറ്റിപ്പിടിക്കാറുണ്ടല്ലേ. പിന്നെ ആ ഒരു കളർ മാറ്റിയെടുക്കാനായിട്ട് വല്ലാണ്ട് തലവേദനയാണ്. അപ്പോൾ നമുക്ക് ഈ കളർ ഇളകുന്നത് എങ്ങനെ ഒഴിവാക്കാമെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ്. അതിനായിട്ട് നമുക്കൊരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. ഈ ഒരു ടിപ്പ് നമ്മൾ കടും കളറുള്ള തുണികൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പം തന്നെ ചെയ്യണം. 2-3 വാഷൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ അത്രയ്ക്ക് എഫക്റ്റീവ് ആയിരിക്കില്ല. ഇത് അടിപൊളി ഒരു ടിപ്പാണ് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ പെട്ടെന്ന് ഇളകി പോകുന്ന കളറുള്ള തുണികൾ വാങ്ങിക്കൊണ്ട് വരുമ്പം തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം പിന്നീട് നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിൽ ആ തുണിയിൽ നിന്ന് കളർ ഇളകി വരത്തില്ല. ഇപ്പം നമ്മുടെ വെള്ളം നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പം പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണോ ഡിറ്റർജൻറ്റ് അതൊരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കളർ ഇളകുന്ന ആ തുണി ഇതിലേക്ക് മുക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന തുണി നല്ലതുപോലെ തന്നെ ഈ ഒരു സോപ്പും ഉപ്പും ചേർന്ന വെള്ളത്തിൽ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മൂടി വെച്ചൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കൂടി ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് എത്രത്തോളം കളർ ഇളകുമോ അത് മൊത്തമായിട്ട് ഇളകിപ്പോകും. പിന്നീട് നമ്മളിത് വാഷ് ചെയ്യുന്ന ടൈമിൽ ഇതിൽ നിന്ന് കളർ ഇളകി വരത്തില്ല. ഇത് ഞാൻ ഇതുപോലെ ഒരു തവി ഉപയോഗിച്ചിട്ട് നമ്മളെടുത്ത തുണികൾ നല്ല രീതിയിൽ തന്നെ ആ സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ലിഡ് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു തുണിയിൽ നിന്ന് എത്രത്തോളം കളർ പോകുമോ അത് മുഴുവനായിട്ട് ഇളകിപ്പോയി കിട്ടും. പിന്നീട് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഇതിൽ നിന്ന് കളർ ഇളകി വരത്തില്ല. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഞാൻ വാഷ് ബേസിനിൽ വെച്ച് തന്നെയാണ് കഴുകിയെടുക്കുന്നത്. കാരണം ഈ ഒരു വെള്ളം നല്ല ചൂടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ ഉപ്പും സോപ്പ് പൊടിയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം വാഷ് ബേസിൽ ഒഴിക്കുമ്പോൾ വാഷ് ബേസിൻ്റെ ഉള്ളും ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടും. ഇനി നമുക്ക് തുണികൾ ഓരോന്നായിട്ട് ഇതുപോലെ എടുത്തിട്ട് ഇതിനുള്ളിൽ സോപ്പ് പൊടി പോകുന്നത് വരെ 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും മാക്സിമം കളറും ഇളകി പോയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുന്ന സമയത്ത് അധികമായിട്ട് ഇതിൽ നിന്ന് കളർ ഇളകി വരത്തില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം. അപ്പം മാത്രമാണ് ഞാനിടുന്ന ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി കഴിയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും തുണി നല്ലതുപോലെ അയൺ ചെയ്യാതെ എങ്ങനെ മടക്കി വെക്കാം എന്നുള്ള വീഡിയോയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.